ജോർജ് ജോസഫ്, പശ്ചിമേഷ്യയിലെ സ്ഥിതി സങ്കീർണമാവുകയാണ്, രാജ്യവും വല്ലാത്ത ആശങ്കയിലുണ്ട്. കേന്ദ്ര സർക്കാർ ഇതുവരെ പറയുന്നില്ല രാജ്യത്ത് എത്ര കരുതൽ എണ്ണ ശേഖരമുണ്ട്. ആദ്യം പാർലമെന്റിലടക്കം പറഞ്ഞ് 74 ദിവസത്തെ ശേഖരമുണ്ടെന്നാണ്. അത് 45 ദിവസമായി. ഇപ്പോൾ മനസ്സിലാക്കുന്ന 25 ദിവസത്തെ ശേഖരമേ ഉള്ളൂ എന്നുള്ളത്. ഹോർമുസ് കടലിടുക്കിൽ 35ഓളം കപ്പലുകൾ തടഞ്ഞിട്ടിരിക്കുന്നു. റഷ്യയുമായുള്ള അമേരിക്കയുമായുള്ള കരാറിനെ തുടർന്ന് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ കഴിയാത്ത സാഹചര്യം, വല്ലാത്ത പ്രതിസന്ധി രൂപപ്പെടുകയാണോ? എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് 3 ആഴ്ചയുടെ ഒരു ഇതാണ് ഊർജാവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സ്റ്റോക്കാണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് എത്രത്തോളം കൂടുതലുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. എന്നാലും പൊതുവേ നമുക്ക് അനുമാനിക്കാൻ അല്ലെങ്കിൽ പല റിപ്പോർട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം 3-4 ആഴ്ചയ്ക്കുള്ള ഇന്ധനത്തിന്റെ സ്റ്റോക്കാണ് രാജ്യത്ത് പൊതുവെ ഉള്ളതെന്നാണ്. അതുകൊണ്ട് അത് ഈ പറഞ്ഞതുപോലെ 1 മാസത്തേക്ക് കഷ്ടിച്ച് ആവുന്ന സ്ഥിതിയിലേക്ക് പോകും. അതിനിടയിൽ നമുക്ക് ഏതെങ്കിലും രാജ്യത്ത് ഈ ഹോർമുസ് കടലിടുക്കിലെ പ്രശ്നം അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷന്റെ കാര്യത്തിലൊക്കെ ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സ്ഥിതിയുണ്ട്. അതുകൊണ്ട് ഊർജ ആവശ്യങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടാൻ പോകുന്ന രാജ്യം ഇന്ത്യയായിരിക്കും. കാരണം നമ്മൾ നേരത്തെ തന്നെ അമേരിക്കയെ പേടിച്ചിട്ട് റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഒഴിവാക്കി നിർത്തുന്ന സ്ഥിതിയിലേക്ക് പോയി. അതാണ് നമ്മൾ ഈ പറഞ്ഞ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അമേരിക്കയെ പോലുള്ള ഒരു രാജ്യത്തിന് വഴങ്ങി അവർ പറയുന്നത് പോലെ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ച് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു അപകടമാണ്. അത് ഇപ്പൊ ഉയർന്ന ജോർജ് ജോസഫ്, നേരത്തെ ഈ വെനിസ്വേലയെ പിടികൂടിയതിനു ശേഷം, വെനിസ്വേല പ്രസിഡന്റിനെ പിടികൂടിയതിനു ശേഷം ആ താരിഫ് വെട്ടിക്കുറച്ചതിന് ശേഷം ട്രംപ് ഇന്ത്യയോട് പറഞ്ഞത് നിങ്ങൾ ആവശ്യമുള്ള എണ്ണ വെനിസ്വേലയിൽ നിന്ന് വാങ്ങുമെന്നുള്ളതാണ്. റഷ്യയിൽ നിന്നും വില കുറഞ്ഞ എണ്ണ നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. ഈ വെനിസ്വേലയിൽ നിന്ന് കിട്ടുന്നുണ്ടോ? അപ്പൊ എന്താണ് ശരിയായ ഒരു വസ്തുത? അല്ല, വെനിസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങാം. പക്ഷെ വെനിസ്വേലയിൽ നിന്ന് വാങ്ങുമ്പോൾ വില എന്താണ്? $82, $85 ആ റേഞ്ചിലേക്ക് കൊടുക്കേണ്ട സ്ഥിതിവിശേഷം വരും. അതാ റഷ്യ നമുക്ക് തന്നിരുന്ന അത്ര ആവറേജ് $55 റഷ്യ നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ കൂടിയ വിലക്കുള്ള എണ്ണ ഇന്ത്യ വാങ്ങേണ്ട സ്ഥിതിവിശേഷം വരികയാണ്. അതാണ് അതിനകത്തുള്ള പ്രശ്നം. മാത്രമല്ല, ഇതിനകത്ത് അന്താരാഷ്ട്ര മാർക്കറ്റുകളിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരം ഈ അനിശ്ചിതത്വം തുടരുകയും ഹോർമുസ് കടലിടുക്കിന്റെ പ്രശ്നം തുടരുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്താരാഷ്ട്ര മാർക്കറ്റ് എണ്ണവില ബാരലിന് $100 കിടക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സാഹചര്യം നിൽക്കുന്നത്. അതുകൊണ്ട് ഏത് രാജ്യത്തും നമുക്ക് വാങ്ങാൻ കഴിയും. പക്ഷെ ആ രാജ്യം ഈ വെനിസ്വേലയുടെ എണ്ണ എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്നും. വാസ്തവത്തിൽ ഈ യുദ്ധം തന്നെ എന്തിനായിരുന്നു? യുദ്ധത്തിന്റെ ഒരു പ്രാഥമികമായ ലക്ഷ്യം എന്ന് പറയുന്നത് വെനിസ്വേലയുടെ എണ്ണ അമേരിക്കൻ എണ്ണ കമ്പനികൾക്ക് ഉയർന്ന വിലയ്ക്ക് വിൽക്കണം. അതിനുവേണ്ടി അന്താരാഷ്ട്ര മാർക്കറ്റിൽ എണ്ണവില ഉയർത്തിയിരുത്തണം. ഇത് ഈ യുദ്ധത്തിന്റെ ഒരു ലക്ഷ്യമാണ്. അനേകം ഇതിന് മൾട്ടി പ്രോങ്ഡ് ആയിട്ടുള്ള അനേക ലക്ഷ്യങ്ങൾ, അനേകം സാധ്യതകൾ അമേരിക്ക കണ്ടുകൊണ്ടാണ് ഈ യുദ്ധത്തിലേക്ക് പുറപ്പെട്ടിരുന്നത്. അതിന്റെ ഏറ്റവും വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ചു നാളത്തേക്ക് വെനിസ്വേലയിൽ നിന്ന് എണ്ണ തട്ടിയെടുക്കുമ്പോൾ ആ എണ്ണ ഉയർന്ന വിലയ്ക്ക് വിൽക്കാൻ കഴിയണം. അപ്പൊ ഇന്ത്യ വെനിസ്വേല എണ്ണ വാങ്ങിക്കുമ്പോൾ ഈ ഉയർന്ന വില കൊടുക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും അതെന്താ ചെയ്യാൻ പോണ? എണ്ണ കമ്പനികൾ ഒരിക്കലും ഈ വില കൂടിയ എണ്ണ വാങ്ങിച്ചിട്ട് നിലവിലുള്ള വിലയ്ക്ക് വിൽക്കും നമുക്ക് കരുതാൻ കഴിയില്ല. അവരുടനെ തന്നെ എന്താ ചെയ്യാൻ പോകുന്നത്? ആ വിലക്കയറ്റത്തിന്റെ ഭാരം മുഴുവൻ ജനങ്ങളിലേക്ക് കൊടുക്കും.